ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ക്ലാസ് നമ്മൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധം അല്ലെ അതെന്താന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പഠിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇമ്മ്യൂണിറ്റി നമുക്ക് ബൈ ബർത്ത് അല്ലെ ജന്മനാ കിട്ടുന്ന ഒന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ജനിച്ചതിന് ശേഷം നേടിയെടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ രണ്ടാമത് പറഞ്ഞ അക്വേർഡ് ഇമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്ത് വിളിക്കും, ആർജിത പ്രതിരോധം എന്ന് വിളിക്കും. ഇത് വിളിക്കാം ആർജിത പ്രതിരോധം അല്ലെങ്കിൽ അക്വേർഡ് ഇമ്മ്യൂണിറ്റി. അപ്പൊ വാക്യം തന്നെ വ്യക്തമാണല്ലോ, അക്വയർ ചെയ്തെടുക്കുക. എവിടുന്ന് അക്വയർ ചെയ്തെടുക്കുക? നമ്മുടെ ഈ പറയുന്ന അല്ലെ അമ്മയുടെ വയറ്റിനകത്തായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് 10 മാസത്തോളം. അത് കഴിഞ്ഞ് നമ്മൾ പുറത്ത് ജനിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഈ പറയുന്ന ചുറ്റുപാടുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്ത് നമ്മളിലേക്ക് ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇമ്മ്യൂണിറ്റി? ദാറ്റ് ഡെവലപ്സ് ആഫ്റ്റർ ബർത്ത് അല്ലെ ജനനത്തിന് ശേഷം ഡെവലപ്പ് ആകുന്നതാണ് എന്ത്, അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തൊട്ട് മുന്നേ പഠിച്ച് നമുക്ക് ഈ ജന്മനാ കിട്ടുന്ന പ്രതിരോധം ഉണ്ടല്ലോ, അതിന്റെ പ്രശ്നം എന്തായിരുന്നു അല്ലെ, എന്ത് സാധനം വന്നാലും ഒറ്റ റെസ്പോൺസാണ് അല്ലെ, ഇങ്ങനെ ഇന്ന ആളെന്നൊന്നും സ്പെസിഫിക്കേഷൻ ഒന്നുമില്ല. ഏത് ഈ പറയുന്ന പാത്തോജൻസ് അകത്തേക്ക് വന്നാലും നമ്മൾ എന്ത് ചെയ്യും, ബോഡി ഒരേപോലെ റെസ്പോണ്ട് ചെയ്യും. പക്ഷെ അക്വേർഡ് ഇമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന പാത്തോജൻസ് അല്ലെങ്കിൽ രോഗകാരികൾ ആരെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് പ്രത്യേക രീതിയിലുള്ള ഡിഫൻസ് മെക്കാനിസമാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്നും വിളിക്കും. എന്ത് വിളിക്കും? സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി. എന്തുകൊണ്ടാണ് സ്പെസിഫിക് എന്ന് വിളിക്കുന്നത്? ഇതുകൊണ്ടാണ് അല്ലെ. നോക്കി, ദ ഇമ്മ്യൂൺ മെക്കാനിസം സ്പെസിഫിക്കലി റെക്കഗ്നൈസസ് ആൻഡ് ഡിഫെൻഡ് ദ ആന്റിജൻസ് അല്ലെ. സ്പെസിഫിക് ആയിട്ട് ഇപ്പോ പനിക്കുള്ളതാണെങ്കിൽ അങ്ങനെ, ബാക്ടീരിയ ആണെങ്കിൽ അങ്ങനെ, വൈറസ് ആണെങ്കിൽ അങ്ങനെ, അത് തിരിച്ചറിഞ്ഞ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ആർജിത ഇമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേര് സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു ചാപ്റ്റർ കൂടെ ആയിരിക്കും നമുക്ക് ടേം 2 എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഫുൾ ഉണ്ടാകണമെന്നില്ല, എങ്കിലും നമ്മൾ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യും. സോ നോട്ട് വേണമെന്നുള്ളവർ എന്ത് ചെയ്യണം, നമ്മുടെ ടെലഗ്രാം വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യണം. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആരെ പറ്റിയിട്ടാണ്, ആർജിത പ്രതിരോധം. എന്താ ആർജിത പ്രതിരോധം? ജനനശേഷം വികസിക്കുന്ന പ്രതിരോധത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആർജിത പ്രതിരോധം എന്ന് വിളിക്കുന്നത്. ജനനത്തിന് ശേഷം ഇത് ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ആന്റിജനുകൾ, അതിന് രോഗകാരികളെ പ്രത്യേകം തിരിച്ചറിഞ്ഞാണ് പ്രതിരോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പ്രത്യേക പ്രതിരോധം അല്ലെങ്കിൽ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്നും വിളിക്കും. സിമ്പിൾ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ ഇതാരാ ചെയ്യുന്നത്? ഈ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിൽ തരുന്നത് നമ്മുടെ WBCക്കകത്തുള്ള ഒരാളാണ്. ആരാണത്? ലിംഫോസൈറ്റുകളാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ പ്രതിരോധം നടത്തുന്നത്. അപ്പൊ ലിംഫോസൈറ്റുകളെ പറ്റി നമ്മൾ എവിടെയോ പഠിച്ചു ഇന്നത്തെ ചാപ്റ്ററിൽ, ഓർമ്മയുണ്ടോ? തൈമസ് ഗ്ലാൻഡിനെ പറ്റി പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ബോൺ മാരോയിൽ ഉണ്ടാകുന്ന T ലിംഫോസൈറ്റുകളെ മെച്യൂരിറ്റി ആക്കാൻ അല്ലെങ്കിൽ വളർത്തിയെടുക്കുന്ന ആരാണ്? അത് നമ്മുടെ തൈമസ് ആണ്. അപ്പൊ ഈ പറയുന്ന അന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഇന്ന് വീണ്ടും പഠിക്കാൻ പോകുക. അപ്പോ റെഡിയാണല്ലോ? സംഭവം നോക്കിക്കോ. എന്താ നമ്മൾ പഠിച്ചത്? അക്വേർഡ് ഇമ്മ്യൂണിറ്റി. എന്താണ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി? ദ ഇമ്മ്യൂണിറ്റി ദാറ്റ് ഡെവലപ്സ് ആഫ്റ്റർ ബർത്ത്, ജനനശേഷം കിട്ടുന്ന ഇമ്മ്യൂണിറ്റി. ഈ ഇമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത, ഇത് രോഗകാരികളെ തിരിച്ചറിഞ്ഞാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്നും പറയും, അല്ലെങ്കിൽ പ്രത്യേക പ്രതിരോധം എന്നും മലയാളത്തിൽ പറയും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചോദ്യം കണ്ടോ, ടു വിച്ച് കാറ്റഗറി ഡസ് ദ ഇമ്മ്യൂണിറ്റി റിസീവ്ഡ് ത്രൂ ആന്റിബോഡീസ് ഫ്രം ദ ബ്രസ്റ്റ് മിൽക്ക് ബിലോങ്? നമുക്ക് അമ്മ പാല് തരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആദ്യമായിട്ട് ഒരു തരത്തിൽ പറഞ്ഞ ഒരു വാക്സിനേഷന്റെ ഒക്കെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, അമ്മ തരുന്ന ആ മുലപ്പാലിനെ പറയാൻ പറ്റും. കാരണം നമുക്ക് അതുവഴി പല ആന്റിബോഡികളും കിട്ടും. ഈ ആന്റിജൻ ആകുന്ന രോഗകാരികളെ പ്രതിരോധിക്കുന്ന ആളാണ് ആര്? ആന്റിബോഡീസ് എന്നോ അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബിൻസ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അതിന് ആദ്യ പതിപ്പ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? അമ്മ തരുന്ന പാലിൽ നിന്ന്. നമുക്കതിനെ വേണമെങ്കിൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കാം, എങ്കിലും ഒരു അക്വേർഡ് ഇമ്മ്യൂണിറ്റിയുടെ തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. കാരണം ജന്മന കിട്ടിയതല്ലല്ലോ, പുറത്തുനിന്ന് കിട്ടിയതല്ലേ. അപ്പൊ അത് മനസ്സിലാക്കി. അപ്പൊ നമുക്ക് ആർജിത പ്രതിരോധം അല്ലെങ്കിൽ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി തരുന്ന ആരാണ്? നമ്മുടെ WBCയിലെ ലിംഫോസൈറ്റുകളാണ്. അപ്പൊ ലിംഫോസൈറ്റുകൾ എത്ര തരത്തിലുണ്ട്? 2 തരത്തിലാണുള്ളത്. ഓർത്ത് വയ്ക്കുക, എളുപ്പമാണ്. T ലിംഫോസൈറ്റ് എന്നും B ലിംഫോസൈറ്റ്. ഇതൊക്കെയാണ് T ലിംഫോസൈറ്റ് എന്നും B ലിംഫോസൈറ്റ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, B ഫോർ ബോൺ മാരോ. ബോൺ മാരോയിൽ അഥവാ മജ്ജയിൽ അല്ലെ, ബോൺ മാരോയിൽ ഉണ്ടായി അവിടെ തന്നെ വളരുന്നതാണ് B ലിംഫോസൈറ്റ്. എന്നാൽ ബോൺ മാരോയിൽ ഉണ്ടാകുകയും തൈമസിൽ പോയിട്ട് വളരുകയും ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, T ലിംഫോസൈറ്റ് എന്ന് പറയും. അപ്പൊ ലിംഫോസൈറ്റുകൾ 2 തരം. ലിംഫോസൈറ്റ് ആണ് നമുക്ക് സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി തരുന്നത്. ഈ ലിംഫോസൈറ്റുകൾ 2 തരം. ഏതൊക്കെയാണ്? T ലിംഫോസൈറ്റ് അഥവാ തൈമസിൽ വളരുന്ന ലിംഫോസൈറ്റ്,
ബി ലിംഫോസൈറ്റ് അഥവാ ബോൺ മാരോയിൽ വളർന്ന ലിംഫോസൈറ്റ്, പക്ഷെ രണ്ടും ഉണ്ടാവുന്നത് ബോൺ മാരോയിൽ തന്നെ ആണ്. അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ നോക്കിക്കോ, നമുക്ക് ഈ പറയാം ലിംഫോസൈറ്റുകൾ രണ്ടെണ്ണം. ഓക്കെ, ഫോംസ് ആൻഡ് മെച്ചൂർസ് ഇൻ ദ ബോൺ മാരോ. അപ്പൊ ബി ബോൺ മാരോയിൽ തന്നെ. ഇത് ഒരു പ്രോട്ടീൻസ് ഉത്പാദിപ്പിക്കും. ആ പ്രോട്ടീന്റെ പേരാണ് ആന്റിബോഡീസ്. അതിനെയാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബിൻസ് എന്നും പറയും. ഇത്രയേ ഉള്ളൂ. ആന്റിജനെ എതിർക്കുന്ന ആന്റിബോഡി, ബോഡി ഗാർഡുകൾ എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. വിച്ച് ആക്ട് അഗേൻസ്റ്റ് ആന്റിജൻസ്. ഇതാണ് നമുക്ക് സാധാരണ നമുക്കുള്ള ഒരുവിധ മറ്റും പ്രത്യേക രോഗങ്ങളല്ലാതെ ഒരുവിധ എല്ലാ ഈ പറയുന്ന രോഗങ്ങളുടെയും ഒക്കെ ഉറവിടം എന്ന് പറയുന്ന ബോൺ മാരോയിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന ബി ലിംഫോസൈറ്റുകളാണ്. എന്നാൽ ചില പ്രത്യേക ലിംഫോസൈറ്റുകൾ ബോൺ മാരോയിൽ ഉണ്ടാകുകയും എന്നാൽ മെച്യൂർ ഇൻ ദ തൈമസ് ഗ്ലാൻഡ്, തൈമസ് ഗ്ലാൻഡിൽ ചെന്നിട്ട് മെച്യൂരിറ്റി അച്ചീവ് ചെയ്യുകയും ചെയ്യും. അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? ടി ലിംഫോസൈറ്റ്. പ്രത്യേകമായിട്ട് ഇവർ എവിടെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രോയ് ദ ഇൻഫെക്റ്റഡ് സെൽസ് ആൻഡ് ക്യാൻസർ സെൽ, അല്ലെ ക്യാൻസർ സെല്ലുകളെയും ഇൻഫെക്ഷൻ വന്ന സെല്ലുകളെയും ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നത് ആരാണ്? ടി ലിംഫോസൈറ്റുകളാണ്. അപ്പോ ലിംഫോസൈറ്റുകൾ രണ്ടു തരം, ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും. അപ്പൊ ആരാണ് ബി ലിംഫോസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അസ്ഥിയുടെ മജ്ജയിൽ, ഓക്കെ അസ്ഥിയുടെ മജ്ജയിൽ രൂപപ്പെടുന്നതും അതുപോലെ തന്നെ അവിടെ വെച്ച് തന്നെയാണ് പാകപ്പെടുന്നതും എങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ബി ലിംഫോസൈറ്റുകൾ എന്ന് വിളിക്കാം. ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളാണ് ആയ ആന്റിബോഡികളെ ഉത്പാദിപ്പിക്കുന്നത് ബി ലിംഫോസൈറ്റ് ആണ്. എന്നാൽ ടി ലിംഫോസൈറ്റ് ആണെങ്കിലോ അസ്ഥിമജ്ജയിൽ രൂപപ്പെടുകയും തൈമസ് ഗ്രന്ഥിയിൽ പാകപ്പെടുകയും ചെയ്യുന്നതാണ് എന്താ ഈ പറയുന്ന ടി ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. രോഗബാധിത കോശങ്ങളായ ക്യാൻസർ കോശങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന ആരാണ്? ടി ലിംഫോസൈറ്റുകളാണ്. അപ്പൊ ഇപ്പൊ ഇത് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ ഒരു നാച്ചുറലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പറയുന്ന അക്വയർഡ് ഇമ്മ്യൂണിറ്റി ആർട്ടിഫിഷ്യലി നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കും. ഈ പറയുന്ന കൊറോണ കാലഘട്ടത്തിലൂടെ ജീവിച്ചത് നിങ്ങൾക്ക് ഇനി അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലെ. കൊറോണ വാക്സിൻ എന്തിനായിരുന്നു? കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ. പോളിയോ വാക്സിൻ പോളിയോ രോഗത്തെ പ്രതിരോധിക്കാൻ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലേക്ക് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു മരുന്ന് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടി കഴിക്കുന്ന സാധനങ്ങളാണ് വാക്സിൻസ്. ഈ കാണുന്ന അപ്പൂപ്പനെ കണ്ടോ, അദ്ദേഹമാണ് എന്ത് ചെയ്തത്? ആദ്യമായിട്ട് വാക്സിൻ കണ്ടുപിടിച്ചത്. കൗ പോക്സിൽ നിന്ന് സ്മോൾ പോക്സ് എന്ന് പറയുന്ന രോഗത്തിന്റെ വാക്സിൻ ആദ്യമായിട്ട് കണ്ടെത്തിയതാണ് ആര്? എഡ്വേർഡ് ജെന്നർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നമ്മൾ എന്ത് വിളിക്കും? ഈ പറയുന്ന വാക്സിനേഷന്റെ പിതാവ് എന്ന് പറയും. 18ാം നൂറ്റാണ്ടില് ഇംഗ്ലീഷ് ഡോക്ടറായിട്ടുള്ള എഡ്വേർഡ് ജെന്നർ ആണ് എന്ത്? ഗോ വസൂരി വന്നവർക്ക് സാധാരണ വസൂരി, അതാണ് നമ്മുടെ സ്മോൾ പോക്സ് എന്ന് പറയുന്നത്, അത് വരില്ല എന്ന് മനസ്സിലാക്കുകയും ഒരു കുട്ടിയിൽ ഈ പരീക്ഷണം നടത്തി ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തത് ആരാണ്? നമ്മുടെ എഡ്വേർഡ് ജെന്നർ. ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. അപ്പൊ അതിന് പോകുന്നതിന് മുമ്പേ ആയിട്ട് നമുക്ക് ആ നോട്ടൊന്ന് നോക്കണ്ടേ? അപ്പൊ നോക്കിക്കോടാ, ഞാൻ പറഞ്ഞല്ലോ നോട്ട് 2-3 ദിവസം കഴിയും നമുക്ക് PDF ആയിട്ട് കിട്ടാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇമ്മ്യൂണിറ്റി ദാറ്റ് ഡെവലപ്സ് ആഫ്റ്റർ ബർത്ത്. ഇതിന് എന്താണ് ഇമ്മ്യൂൺ മെക്കാനിസം? സ്പെസിഫിക്കലി എന്ത് ചെയ്യും? റെക്കഗ്നൈസ് ചെയ്യും, എന്നിട്ട് ഡിഫെൻഡ് ചെയ്യും. അതുകൊണ്ട് അവർ നമ്മൾ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്നും വിളിക്കും. ഈ ഇമ്മ്യൂണിറ്റി ഡിഫൻസ് പ്രൈമറി ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യുന്നത് ലിംഫോസൈറ്റുകളാണ്. ലിംഫോസൈറ്റ് രണ്ട് തരത്തിലാണുള്ളത്, ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും. അപ്പോൾ അതിന്റെ ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും മനസ്സിലാക്കാനായിട്ട് നോക്കുക. ബി ലിംഫോസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ലിംഫോസൈറ്റ് ഫോംസ് ആൻഡ് മെച്യൂർ ഇൻ ദ ബോൺ മാരോ. ഫംഗ്ഷൻ എന്തായിരിക്കും? ആന്റിബോഡികളെ ഉത്പാദിപ്പിക്കുക, അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് അവർ പറയും. ഇവരാണ് ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്നത്. ടി ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ബോൺ മാരോയിൽ ഫോം ചെയ്യുകയും പക്ഷേ തൈമസ് ഗ്ലാൻഡിൽ മെച്യൂർ ആവുകയും ചെയ്യുന്നതാണ് എന്ത്? ടി ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. ജോലി എന്തായിരിക്കും? ഡിസ്ട്രോയ് ദ ഇൻഫെക്റ്റഡ് സെൽസ് ആൻഡ് ക്യാൻസർ സെൽസ്. അങ്ങനെ ഇമ്മീഡിയറ്റ് ഇമ്മ്യൂണിറ്റി നമുക്ക് തരും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, കണ്ടായിരുന്നു? ടേബിൾ നമ്പർ 5.2 ഇതാ കിടക്കുന്ന 5.2. നിങ്ങൾക്ക് വേണ്ടി ഞാനത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ബി ലിംഫോസൈറ്റ്, ഫോർമേഷൻ സൈറ്റ്, മെച്യൂറേഷൻ സൈറ്റ്, മെയിൻ ഫംഗ്ഷൻസ്. സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, നോട്ട് എഴുതാനായിട്ട് ഉപയോഗിക്കുക. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാലോ. ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി. എന്താണ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വേറൊന്നുമില്ല. ഓക്കെ, വാക്സിനുകളിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിരോധത്തിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നാച്ചുറൽ ഇൻഫെക്ഷൻ വഴിയല്ല. എന്ത് വഴിയല്ല? നാച്ചുറൽ ഇൻഫെക്ഷൻ വഴിയല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ചില പ്രത്യേക രോഗങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട് ഡിഫ്തീരിയയും ടെറ്റനസും പോലെയുള്ള ചില രോഗങ്ങൾ. ഇത് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ ശരീരം ഉറപ്പായിട്ടും പ്രതിരോധിക്കാനായിട്ട് ആന്റിബോഡികളെ ഉത്പാദിപ്പിക്കും. ആദ്യത്തെ പ്രതിരോധമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ഉണ്ടായി വരുന്ന നേരം കൊണ്ട് ആളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഓക്കെ, by the time the natural immunity develops and becomes effective, the pathogens will have multiplied and the chances of death are too high. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ട്രയൽ റൺ നടത്തുന്ന പോലെ അല്ലെ, നിങ്ങൾ
ഈ ട്രയൽ റൺ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മൾ ഈ ചില ബിൽഡിങ്ങുകളിലൊക്കെ ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൂകമ്പമൊക്കെ ഉണ്ടാകുമ്പോൾ മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾ വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലത്തെ ഒരു പരിപാടി നമ്മൾ ശരീരത്തിൽ ചെയ്യും. അതായത് നിർവീര്യമായതോ അല്ലെങ്കിൽ മരിച്ചതോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന രോഗകാര്യങ്ങളൊക്കെ ജനറ്റിക്കലി മാറ്റിയതോ ആയിട്ടുള്ള രോഗകാരികൾ അല്ലെങ്കിൽ പാത്തോജനെ നമ്മൾ മുൻകൂറായിട്ട് എന്ത് ചെയ്യും, ശരീരത്തിലേക്ക് കടത്തിവിടും. അപ്പൊ ശരീരം ഇത് തിരിച്ചറിയുകയും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ആന്റിബോഡി ഉത്പാദിപ്പിക്കുകയും ചെയ്യും. 1-2 ആന്റിബോഡി കൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മൾ അകത്ത് കയറ്റിയ വാക്സിന്റെ കാര്യം തീരുമാനം ബാക്കിയുള്ളവരൊക്കെ അവിടെ കാണാം. അപ്പൊ അവരെന്ത് ചെയ്തായിരിക്കും, റിസർവ് ചെയ്ത് വെച്ചേക്കായിരിക്കും. പിന്നീട് എപ്പോഴെങ്കിലും ഇതുപോലത്തെ ഒരു രോഗകാരി അകത്ത് കയറി വന്നാൽ പിന്നെ മുന്നും പിന്നും നോക്കണ്ട, ചിന്തിക്കേണ്ട, നേരെ കയറി അവനെ അങ്ങ് ഫിനിഷ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ വാക്സിനേഷൻ പരിപാടി എന്ന് പറയുന്നത്. സോ ചില രോഗങ്ങൾ ഡിഫ്തീരിയ, ടിറ്റനസ് പോലെയുള്ള, പോളിയോ പോലെയുള്ള, അല്ലെങ്കിൽ സ്മോൾ പോക്സ് പോലെയുള്ള ചെറിയ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് ശരീരം ഈ പറയുന്ന നാച്ചുറൽ പ്രക്രിയയിലൂടെ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും ആൾ വടിയാവുന്നുള്ളത് കൊണ്ട് തന്നെ വി ഹാവ് ടു റിലേ ഓൺ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂൺ മെക്കാനിസം, ദാറ്റ് ഈസ് ത്രൂ വാക്സിൻസ്. വാക്സിനുകൾ നമുക്കൊരു സഹായത്തിന് വിളിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വാക്സിൻ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇമ്മ്യൂണൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് വിളിക്കുന്നത് ഇമ്മ്യൂണൈസേഷൻ. എന്താണ് ഇമ്മ്യൂണൈസേഷൻ? ആർട്ടിഫിഷ്യൽ മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് ദ ഇമ്മ്യൂൺ സെൽസ് ഇൻ അഡ്വാൻസ് എക്സ്പെക്ടിങ് ദ അറ്റാക്ക് ഓഫ് ദ പാത്തോജൻസ് ഈസ് കോൾഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ. അപ്പൊ ഈ ഇതിനെ നമ്മൾ ഇങ്ങനെ നമുക്ക് അപ്പൊ പ്രകൃതിദത്തമായിട്ടാണോ കിട്ടിയത്? അല്ല. നമ്മൾ എന്ത് വിളിക്കും? ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. ഇത് വിളിക്കും ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. ഓക്കെ അല്ലെ? അപ്പൊ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റിയിലെ വൈ ഈസ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി നീഡഡ്? കാരണം എന്താ? സം ഡെഡ്ലി ഡിസീസസ് ലൈക്ക് ഡിഫ്തീരിയ, ടെറ്റനസ് ആ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും. സോ ഇമ്മ്യൂണിറ്റി ഉണ്ടായി വരുമ്പോഴത്തേക്ക് ആള് പോകും. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും? നമ്മൾ വാക്സിൻസ് ഉപയോഗിക്കും. വാക്സിൻസ് കണ്ടെയ്ൻസ് വീക്കെൻഡ് ഓർ ഡെഡ് പാത്തോജൻസ് ഓർ ദെയർ പാർട്സ് ടു സേഫ്റ്റി ട്രെയിൻ ദ ഇമ്മ്യൂൺ സിസ്റ്റം. അല്ലെ, ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് ട്രെയിനിങ് കൊടുക്കും. ഇവന്മാരിങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? അങ്ങനെ പോയി ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന പോലത്തെ ഒരു പ്രോസസ് നടക്കുന്നു. അങ്ങനെ എന്ത് പറ്റുന്നു? ഇമ്മ്യൂണൈസേഷൻ കൂടെ നമുക്ക് കിട്ടുന്നു. അപ്പൊ എന്താ ഇമ്മ്യൂണൈസേഷൻ? ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ഗിവിംഗ് വാക്സിൻസ് ടു പ്രിപ്പയർ ദ ബോഡി ഫോർ ഫ്യൂച്ചർ അറ്റാക്ക് ബൈ പാത്തോജൻസ്. അഡ്വാൻസ്ഡ് ഓഫ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്തായിരിക്കും? സേഫ് ആണ്, ഇഫക്റ്റീവ് ആണ്. അതുപോലെ ഡിസീസ് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ശരീരത്തിനെ സേഫ് ഗാർഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോ നമ്മൾ മലയാളത്തിൽ എന്താ പറയുന്നത്? പറയുന്നതിനെ മലയാളത്തിൽ മാറ്റമൊന്നുമില്ല. പ്രതിരോധവൽക്കരണത്തിന് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി കൃത്രിമ പ്രതിരോധ ശേഷി എന്ന് വിളിക്കും. കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നു. കാരണം ഞാൻ പറഞ്ഞു, ഇതിന് ഇംഗ്ലീഷിൽ മലയാളത്തിൽ തർജ്ജമ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വാക്സിൻ തന്നെയാണ്. പ്രതിരോധവൽക്കരണമാണ് ഇമ്മ്യൂണൈസേഷന്റെ മലയാളം. ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റിയാണ് കൃത്രിമ പ്രതിരോധ ശേഷി. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് നമ്മൾ ആരെയാ കടത്തിവിടുന്നത് ഒന്നുകിൽ എന്തായിരിക്കും? നമുക്കൊന്നുണ്ട് വാക്സിൻസ് എക്സാമ്പിൾസ് വെച്ച് നോക്കാം. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും MMR വാക്സിൻ. കുട്ടികൾക്കൊക്കെ ഈ പറയുന്ന അംഗൻവാടികളിലോ മറ്റു ആശുപത്രികളിലൊക്കെ കൊടുക്കുന്ന ഒരു വാക്സിൻ ആണെന്ത്? MMR വാക്സിൻ. മംസ്, മീസൽസ്, റുബെല്ല. മംസ്, ജർമ്മൻ മീസൽസ്, റുബെല്ല എന്നീ 3 രോഗങ്ങൾക്കെതിരെ പ്രതിരോധം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് MMR വാക്സിൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ന്യൂട്രലൈസ്ഡ് പാത്തോജൻസ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇവിടെയാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. എന്താ ഉപയോഗിക്കുന്നത്? ന്യൂട്രലൈസ്ഡ് എന്ന് വെച്ചാൽ നിർവീര്യമാക്കിയ പാത്തോജൻസ് ആണ്. അതായത് ഇവരെ അകത്ത് പോകുമ്പോൾ നമ്മുടെ ശരീരം പ്രതിരോധം ഉണ്ടാക്കുമെങ്കിലും ഇവരെ കൊണ്ട് അസുഖം പടർത്താനൊന്നും പറ്റത്തില്ല. നിർവീര്യമാക്കിയ ആൾക്കാരെ അകത്തേക്ക് കടത്തിവിടും. അതും ഒരു ടൈപ്പ് ഓഫ് വാക്സിൻ ആണ്. ഇനി OPV നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഓറൽ പോളിയോ വാക്സിൻ. എന്തായിരിക്കും? ഡെഡ് ആയ പാത്തോജൻസ് ആണ് കൊടുക്കുന്നത്. എന്ത് രോഗത്തിന് വേണ്ടിയിട്ടാണ്? പോളിയോ രോഗത്തിന് വേണ്ടിയിട്ടാണ്. ഇനി HPV വാക്സിൻസ്. HPV വാക്സിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സെർവിക്കൽ ക്യാൻസറിനെതിരെയാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് എന്താണ്? പാത്തോജൻസിന്റെ ചില ഭാഗങ്ങൾ മാത്രം അങ്ങോട്ട് കൊടുക്കും. പാത്തോജൻസിന്റെ ചില പാർട്സ് മാത്രം അങ്ങോട്ട് കൊടുക്കും. ഇനി നമ്മൾ വരുന്ന മെയിൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോവിഡ് വാക്സിൻ. ഇതിനായിരിക്കും ഈ പറയുന്ന COVID-19 എന്ന് പറയുന്ന രോഗത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, പാർട്സ് ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ ഓഫ് ദ പാത്തോജൻസ്. പാത്തോജൻസിന്റെ ജെനറ്റിക് മെറ്റീരിയൽ DNA, RNA ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആ മെറ്റീരിയലിനെ കൊടുക്കും. അങ്ങനെ പല രീതിയിലാണ് നമ്മൾ വാക്സിൻ കമ്പോണന്റുകളെ കൊടുക്കുന്നത്. അപ്പൊ എന്താ വാക്സിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന നിർവീര്യമാക്കിയതോ ഡെഡായതോ പാർട്ടിനെയോ ഒക്കെ എന്ത് ചെയ്യുന്നു? ശരീരത്തിലേക്ക് കടത്തിവിടുന്നതിനാണ് വാക്സിനേഷൻ എന്ന് വിളിക്കുന്നത്. വാക്സിൻ കമ്പോണന്റുകൾ എന്തൊക്കെയാകാം? ന്യൂട്രലൈസ് ചെയ്തിട്ടുള്ള പാത്തോജൻസ് ആകാം, അല്ലെങ്കിൽ ഡെഡ് പാത്തോജൻസ് ആകാം, അല്ലെങ്കിൽ പാർട്ട് ഓഫ് പാത്തോജൻസ് ആകാം, അല്ലെങ്കിൽ ജെനറ്റിക് മെറ്റീരിയൽ ആകാം. ടൈപ്സ് ഓഫ് വാക്സിൻ കണ്ടല്ലോ, MMR, OPV, HPV, കോവിഡ് പോലെയുള്ള പലതരം വാക്സിൻസ്. ഓറൽ വാക്സിൻസ് ഉണ്ടെന്ന് വെച്ചാൽ തുള്ളി മരുന്ന് പോലെ വായിൽ ഒഴിച്ചു കൊടുക്കുന്നതുണ്ട്, ഇഞ്ചക്ഷൻ എടുക്കുന്നതും, അങ്ങനെ പല രീതിയിലുള്ള വാക്സിൻസ് നമ്മുടെ ചുറ്റിലും ഉണ്ട്. സെറ്റ് അല്ലേ? അപ്പൊ അതാണ് എന്ന് പറയുന്നത് വാക്സിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ,
ഏതൊക്കെ ടൈപ്പ് വാക്സിൻ ഉണ്ട്? MMR, മംസ്, മീസിൽസ്, റുബെല്ല. മംസിന് മലയാളത്തില് 5-ാം പനി എന്നും, മീസിൽസിന് നമ്മൾ മുണ്ടിനീരെന്നും, റുബെല്ലയ്ക്ക് റുബെല്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. OPV എന്തിനാണ്? പോളിയോ രോഗത്തിന്. HPV ആണെങ്കിലോ സെർവിക്കൽ ക്യാൻസറിന്. COVID-19 വാക്സിൻ ആണെങ്കിൽ COVID-19 രോഗത്തിന്. അപ്പൊ നമുക്ക് MMR നമ്മൾ എന്താ കൊടുക്കുന്നത്? ന്യൂട്രലൈസ്ഡ് എന്ന് വെച്ചാൽ മലയാളത്തിൽ നിർവീര്യമാക്കിയിട്ടുള്ള അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ നിർവീര്യമാക്കിയുള്ള രോഗകാരികൾ അല്ലെങ്കിൽ ആന്റിജൻസിനായിരിക്കും കൊടുക്കുന്നത്. OPV-യിലാണെങ്കിലോ മൃത രോഗകാരികൾ എന്ന് വെച്ചാൽ ഡെഡ്, മരിച്ചുപോയി. HPV-യിലാണെങ്കിൽ അതിന്റെ ഭാഗങ്ങളായിരിക്കും കൊടുക്കുന്നത്. COVID-19-ലാണെങ്കിലോ ജനിതക വസ്തുവിനാണ് കടത്തിവിടുന്നത്. കാരണം ഇവരാരെങ്കിലും ശരീരത്തിൽ കിട്ടിയാൽ മതി, ശരീരം എന്ത് ചെയ്തോളും? പണി തുടങ്ങിപ്പോകും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി. നോട്ടിലോട്ട് പോവാം. അപ്പൊ നോട്ട് നോക്കി, ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്ക്രീൻഷോട്ട് എടുത്ത് കാണുമല്ലോ. ഇനി ടേബിള് ഫില്ല് ചെയ്യാൻ 1-2 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, ആ ഭാഗങ്ങളൊക്കെ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്ക്രീൻഷോട്ട് എടുത്ത് നോട്ടിലോട്ടോ ടെക്സ്റ്റ് ബുക്കിലോട്ടോ ഒക്കെ എഴുതി വയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഇതിന്റെ മെക്കാനിസം അല്ലെ. അനലൈസ് ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ വെരിഫൈങ് ദ വാലിഡിറ്റി ഓഫ് യുവർ ഒപ്പീനിയൻ. എന്ന് വെച്ചാൽ എന്റെ കുട്ടി ചോദിക്കുന്നത് എന്താ? ദ കമ്പോണൻസ് ഓഫ് വാക്സിൻസ് ആർ പാത്തോജൻസ് ഓർ ദെയർ പാർട്സ്, ഹൗ ഡു ദേ ഇമ്പാർട്ട് ഇമ്മ്യൂണിറ്റി? കൊടുക്കുന്നു എന്നൊക്കെ മനസ്സിലായി. എങ്ങനെ ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്? വളരെ സിമ്പിൾ, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ എക്സാമ്പിൾ എടുക്കാം. അല്ലെ, നമ്മൾ ഈ പറയുന്ന MMR കൊടുത്തു, മംസ്, മീസിൽസ്, റുബെല്ലയുടെ എന്ത് കൊടുത്തു? ന്യൂട്രലൈസ് ആയിട്ട്. അതായത് ഇവർ അകത്തോട്ട് കയറിപ്പോകും, പക്ഷെ ഇവരെ കൈയും കാലും ഒക്കെ കെട്ടി വെച്ചേക്കുക. ഓക്കെ, ഇവരാണ് രോഗകാരികൾ ഭംഗിയില്ല അല്ലെ, നമുക്ക് പുഴുവിനെ പോലെ വെച്ചു. സോ ഇവരാണ് എന്ത്? രോഗകാരികൾ എന്ന് പറയുന്നത്. പക്ഷെ രോഗകാരികളുടെ കൈയും കാലും ഒക്കെ കെട്ടി വെച്ചേക്കുക, അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. പക്ഷെ ഇവന്മാര് ബോഡിക്കകത്ത് കയറുമ്പോൾ തന്നെ ബോഡിക്ക് മനസ്സിലാവും പാത്തോജൻസ് വന്നു. അപ്പൊ നമ്മൾ എന്ത് പറ്റും? നമ്മൾ ഈ പറയുന്ന ആന്റിബോഡികളെ ഉത്പാദിപ്പിച്ചു വയ്ക്കും. ആരെ ഉത്പാദിപ്പിച്ചു വയ്ക്കും? ആന്റിബോഡികളെ ഉത്പാദിപ്പിച്ച് വയ്ക്കും. പക്ഷെ ആന്റിബോഡിയിൽ ഒരുത്തം വരുമ്പോഴത്തേക്കും അവന് തീർക്കാനുള്ളതേ ഉള്ളൂ. ഇത് ബാക്കിയുള്ള ആന്റിബോഡീസ് അത്രയും അവിടെ എന്താണ്? അവിടെ മിച്ചമാണ്. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഭാവിയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇറങ്ങാന്ന് പറഞ്ഞ് ഇവര് നമ്മൾ റിസർവിൽ ഇങ്ങനെ വെച്ചു. പിന്നീട് എപ്പോഴെങ്കിലും ഈ പറയുന്ന മംസിന്റെ രോഗാണോ അകത്തെങ്ങാനും കയറി വന്നു കഴിഞ്ഞാൽ അവൻ കൈയും കാലം പൊക്കുന്നതിന് മുമ്പേ 4 ചുറ്റിന്ന് എന്ത് ചെയ്യും? വെടിവെച്ചവനെ എന്ത് ചെയ്യും? ഇതാണ്. അപ്പൊ അങ്ങനെ രോഗം എന്ത് ചെയ്യും? അവസാനിക്കും. അത്രയും സിമ്പിൾ. ഇങ്ങനെയാണ് നമ്മളെ വാക്സിൻസ് എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യും. സോ വാക്സിൻസ് ആക്ടസ് ആന്റിജൻസ് ആയിട്ട് ആക്ട് ചെയ്യും, അതായത് രോഗകാരികളായിട്ട് ആക്ട് ചെയ്യും. അത് ആര് സ്റ്റിമുലേറ്റ് ചെയ്യും? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ ആന്റിബോഡികൾ ഉത്പാദിപ്പിക്കും. ഈ ആന്റിബോഡികൾ നമ്മുടെ ശരീരത്തിൽ തന്നെ നിൽക്കുകയും ഒരു ലോങ് ടൈമിലേക്ക് നിൽക്കുകയും ഡിസീസ് വരുമ്പോൾ പിന്നീട് വരുമ്പോൾ എന്ത് പറ്റും? ആക്യുറേറ്റ് നമുക്ക് ഈ പറയുന്ന കറക്റ്റ് അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. സോ ബൈ ടേക്കിംഗ് ദ ഡോസേജ് ആക്യുറേറ്റ്ലി വാക്സിൻസ് ഹെൽപ് ടു ഗെയിൻ പ്രൊട്ടക്ഷൻ ഫ്രം ദ ഡിസീസസ് ഫോർ മെനി ഇയേഴ്സ് ഓർ ഈവൻ ഫോർ ലൈഫ് ടൈം. അല്ലെ, ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ നമുക്കൊരു വാക്സിൻ എടുത്താൽ രോഗം വരാതിരിക്കും. ചിലപ്പോൾ കുറെ കൊല്ലത്തേക്കൊക്കെ ആയിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഇമ്മ്യൂണിറ്റി കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന്റെ എന്ത് വർക്ക് ചെയ്യുന്നത്? രോഗപ്രതിരോധ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. How vaccines work. The vaccines will act as antigens and imitate the infection without causing the disease. They stimulate the immune system to produce antibodies against the pathogens. അങ്ങനെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാകുന്നു. The body create antibodies and memory cells that stay for a long time. ഈ മെമ്മറി സെൽസ് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നീട് ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ. അങ്ങനെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറയും. ഓക്കെ ആണോ? അപ്പൊ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? വാക്സിനുകൾ ശരീരത്തില് ആന്റിജനുകളായി പ്രവർത്തിക്കുന്നു. ഇത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിച്ച് രോഗകാരികൾക്കെതിരെയുള്ള ആന്റിബോഡികളെ ഉത്പാദിപ്പിച്ച് വയ്ക്കുന്നു. ഓക്കെ, ഈ ആന്റിബോഡികൾ പിന്നീട് ശരീരത്തിൽ നിലനിൽക്കുകയും രോഗങ്ങളെ ദീർഘകാലത്തേക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. കൃത്യമായ ഡോസുകൾ സ്വീകരിക്കുന്നതിലൂടെ വർഷങ്ങളോളം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നമുക്ക് രോഗം വരാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മളെ ആന്റിബോഡികളും പരിപാടികളും ഒക്കെ തീർന്നു. ഇനി രോഗകാരികൾ അല്ലെങ്കിൽ രോഗത്തെ പറ്റി അല്ലെങ്കിൽ ഡിസീസിനെ പറ്റിയിട്ടാണ്. പക്ഷെ അത് മറ്റൊരു ടോപ്പിക്കാണ്. അപ്പൊ ഡിസീസ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കുന്നതായിരിക്കും നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.